വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കുഴിച്ചെടുത്ത് തകരാറിലായ റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. പവൻ ഗോൾഡ് തിരൂർ. നമുക്കറിയാം, പൊന്നാനി നഗരസഭ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് വളരെ താല്പര്യത്തോടു കൂടി ദേശീയപാത NH PWD ഡിവിഷനെ സമീപിക്കുകയും 2,10,00,000 രൂപ വാട്ടർ അതോറിറ്റി കുഴിച്ച ഭാഗങ്ങൾ അടിയന്തരമായി CSB ഇട്ട് ലെവൽ ചെയ്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മഴക്കാലമായതുകൊണ്ട് ടാറിംഗ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത് ആരംഭിക്കാൻ കഴിയില്ല എന്ന നാഷണൽ ഹൈവേ വിഭാഗത്തിൻ്റെ ഒരു വിശദീകരണം ആ സമയത്ത് നമുക്ക് ലഭിച്ചിരുന്നു. എന്നാലും റോഡുകൾ ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള പരമാവധി ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ MLA നന്ദേട്ടൻ്റെ ഭാഗത്തു നിന്നും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് മഴക്കാലം തീർന്നതോടുകൂടി കഴിഞ്ഞ 20-ാം തീയതി ടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വളരെ മെച്ചപ്പെട്ട ഗതാഗതത്തിന് സുഗമമായ യാത്രയ്ക്ക് ഗുണപരമായ രീതിയിലുള്ള ഒരു റീടാറിംഗ് പ്രവർത്തനമാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. 5 ദിവസത്തിനുള്ളിൽ റീടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റബ്ബറൈസ്ഡ് റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം വരും. മുഴുവൻ നാട്ടുകാരും ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 2,10,00,000 രൂപയാണ് ഈ റീടാറിങ്ങിന് മുമ്പായിട്ട് റോഡ് ലെവൽ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭാ ഫണ്ടിൽ നിന്നും നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത്. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് മഴക്കാലത്തിൻ്റെ സാങ്കേതികമായ ചില പ്രയാസങ്ങൾ റീടാറിംഗ് നടത്തുന്നതിന് മുന്നും ഉണ്ടായ സാഹചര്യം കണക്കിലെടുത്ത് മഴക്കാലം കഴിഞ്ഞാലുടൻ ഈ മാസം 20-ാം തീയതി റീടാറിംഗ് പ്രവർത്തനം ആരംഭിക്കണം എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടാറിംഗ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം, AV ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഒരു റീച്ചാണ്, ആനപ്പടി വരെയുള്ള ഒരു റീച്ചാണ് ഹൈവേ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റ് PWD ഡിവിഷന് കീഴിലുള്ള ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അത് മുൻപ് ചെയ്യേണ്ടതായിരുന്നു. നമുക്കറിയാം, നരിപ്പറമ്പ് മുതൽ തുടങ്ങി CV ജംഗ്ഷനിലൂടെ ഈ നോമ്പ് കാലത്ത് റംസാൻ മാസത്തിലാണ് അതിന് റീടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് വിജയമാത കോൺവെൻറ്റിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ആ റോഡുകൾ കാന നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് സൈഡിൽ പൊളിച്ചപ്പോൾ തന്നെ അന്ന് ലാസ്റ്റ് റംസാൻ്റെ അവസാന 10-ൽ പൊന്നാനിയിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന കുടുംബസമേതമുള്ള ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കും. അതുപോലെ തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കച്ചവടത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ജൂൺ മാസം മുതൽ മഴ ആരംഭിച്ചതോടുകൂടി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ദുരിതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചത്. എന്തായാലും കൃത്യമായി അത് മഴക്കാലം തീർന്നതോടുകൂടി ആരംഭിക്കാനും വളരെ സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ 2,10,00,000 രൂപ നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുത്ത് ഈ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.